മനസ്സിന് സൗന്ദര്യം ഉണ്ടാവില്ല. എല്ലാവരുടെ കൂടെ ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്യൂട്ടി പാർലറിൽ പോകരുത്. അല്ല, സ്ത്രീകൾ പോകണം, സ്ത്രീകൾ പിന്നോളൂ, പുരുഷന്മാർ പോകരുതെന്ന് ഞാൻ പറഞ്ഞു. സ്ത്രീകൾക്ക് പോകാൻ പണ്ടേ അതിന് അംഗീകാരമുള്ളതാണ്, അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. പുരുഷന്മാർ പോകേണ്ട കാര്യമില്ല. ഈ സൗന്ദര്യം ആരെ കാണിക്കാനാ? കല്യാണം കഴിക്കുന്ന വരെ പോലെ, അത് കഴിഞ്ഞ് പിന്നെ ആരെ കാണിക്കണേ സൗന്ദര്യം? പറ, ഞാൻ ചോദിക്കാം. എൻ്റെ വൈഫായിട്ട് നോക്കിയാൽ എനിക്ക് വല്ല സൗന്ദര്യം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. 6 ടേമാണ്. പ്രതിഭ ഇത് 3ാമത്തെ ടേമാണ്. സഹിച്ചറിയാൻ 3ാമത്തെ ടേമാണ്. വാസവൻ 4ാമത്തെ ടേമാണ്. മുഖ്യമന്ത്രിയുടെ ഞാൻ പറയുന്നത് ആദരണീയനായ അദ്ദേഹത്തെ ഞാനൊന്നും പറയുന്നില്ല എന്ന് നിങ്ങളെ കൂടുന്ന ചിലർക്ക് പരാതി. ഞാനൊന്നും പറയുന്നത് അതെൻ്റെ ഗുരുത്വമാണ്. എൻ്റെ ഗുരുത്വം വിമർശിക്കും, പക്ഷേ ഞാൻ ചീത്ത പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചെറ്റയെന്നല്ല, ഇനി വറ്റ മത്സ്യമെന്ന് വിളിച്ചാലും ഞാൻ ചീത്ത പറയുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ഓണാട്ടുകാർ ഇവിടെ കാണും ചെറ്റപ്പുര എന്നൊരു പ്രയോഗം. ചെറ്റപ്പുര, ചെറ്റക്കുടിൽ. ആ പാവപ്പെട്ടവൻ്റെ വീടാണത്. ആ ചെറ്റക്കുടിലാണ് ചാത്തൻ, കുമാരനാശാന്റെ ചാത്തനില്ലേ? എന്താ നമ്മുടെ ഇതിലെ അല്ല, ചാത്തൻ ഏത് കവിതയിലാണ്? ചാത്തന്റെ പുരയെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ചെറ്റപ്പുര പാവപ്പെട്ടവന്റെ അടിസ്ഥാന വർഗത്തിന്റെ പെരയാണത്. ആ ചെറ്റപ്പുരയെ ആക്ഷേപിക്കുകയാണ് എന്നെ ചെറ്റ എന്ന് വിളിച്ച വഴി. ഞാനും സാധാരണക്കാരനാണ്. ഞാനൊരു 10-12 വയസ്സ് വരെ ഓലമേഞ്ഞ മൺകട്ട കൊണ്ട് ഭിത്തി ഉണ്ടാക്കിയ എൻ്റെ അമ്മ ചാണകം ചേർത്ത് മെഴുകുന്ന അവിടെ തന്നെ ആകെ 2 മുറിയൊന്നുമില്ല. ഞങ്ങളവിടെയാണ് കഴിഞ്ഞത്. പിന്നാണ് അനുജനൊരു ഭയങ്കര നല്ല ജോലിയെല്ലാം കിട്ടിയപ്പോഴാണ് ഒരു സാമാന്യം ചെറിയൊരു വീട് വെച്ചത്. മനസ്സിലായി? ഇപ്പോൾ ഞങ്ങൾ 20 സെൻറ്റ് സ്ഥലവും ആ വീടുകൾ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. മറ്റേ വീട് പോയതുകൊണ്ട് ഞങ്ങൾ വെച്ചത് പോലെ. അപ്പോൾ ചെറ്റായെന്ന് വിളിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ ചെറ്റപ്പുരകളുടെ പ്രതീകമാണ് ചെറ്റ എന്ന് പറയുന്നത്. അല്ല, നീ പോടാ ചെറ്റ എന്നുള്ളത് മാത്രമല്ല അർത്ഥം. അദ്ദേഹത്തിന് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല. നിഘണ്ടു വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ ഇതിൽ മോശപ്പെട്ട ഒരു വാക്കില്ലെന്നാണ് പറയുന്നത്. എത്ര നിഘണ്ടു താങ്കൾ വായിച്ചു? ഞാൻ ഈ ലോകത്തുള്ള എല്ലാ ഇംഗ്ലീഷ് നിഘണ്ടുവും വായിച്ചിട്ടുണ്ട്. മൊത്തം അമേരിക്കൻ നിഘണ്ടു അടക്കം, വെബ്സ്റ്ററുടെ നിഘണ്ടു അടക്കം, ഓക്സ്ഫോർഡ് ഡിക്ഷണറി അടക്കം, കേംബ്രിഡ്ജ് ഡിക്ഷണറി അടക്കം, എല്ലാ ഡിക്ഷണറി. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എംഎക്കാരനല്ലേ, ഉണ്ട്. മലയാള നിഘണ്ടും ഒക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്ത് പാവപ്പെട്ടവനാണെങ്കിലും വിദ്യാഭ്യാസം കൊണ്ട് വളർന്ന ഒരു കുടുംബത്തിൽ നിന്ന് പ്രസ്ഥാനത്തിൽ 63 വർഷം പ്രവർത്തിച്ച ആളെ നിഘണ്ടുവിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തരുത്. ഞാൻ അങ്ങനെയൊക്കെ ഒരു ഉപദ്രവം ചെയ്തില്ല. ഒരു വാക്ക് പോലും അങ്ങനെ ചെയ്തില്ല. ഇപ്പോഴും ഞാൻ വേറൊന്നും പറയുന്നില്ലല്ലോ. ഇതിനെല്ലാം ജനങ്ങൾ ശിക്ഷ കൊടുക്കും. ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊള്ളുക. ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്. 30 വർഷം അദ്ദേഹത്തിൻ്റെ വലം കൈയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. നിങ്ങൾ വാസ്തവത്തിൽ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ, അതായത് ഇംഗ്ലീഷിലല്ല, നിയമത്തിൽ ഡി ജൂറ എന്നും ഡി ഫാക്ടോ എന്നും 2 പ്രതിഭാസങ്ങളാണ്. ഫാക്റ്റായിട്ട് വസ്തുതയായിട്ടുള്ളതാണ് ഡി ഫാക്ടോ. ഡി ജൂറ എന്ന് പറഞ്ഞാൽ ആശയപരമായിട്ടുള്ളതാണ്. താങ്കൾ ഡി ഫാക്ടോ മുഖ്യമന്ത്രിയാണ്, പക്ഷെ ഡി ജൂറ താങ്കളുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ വില പോയി. നിങ്ങൾ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് ഡി ഫാക്ടോ ആണ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഒരു അന്തസ്സുണ്ടല്ലോ, അത് നിങ്ങൾ ഈ പദത്തോട് കൂടി കളഞ്ഞു. അതാണ് ഡി ജൂറ മുഖ്യമന്ത്രി അല്ലാതായി എന്ന് ഞാൻ. ഏകനായ എൻ്റെ ചുറ്റും നിങ്ങളെന്നെ സംരക്ഷിക്കാൻ വേണ്ടി വലയിട്ടു. ഞാൻ സഹോദരനാണ്. പക്ഷേ UDF പിന്തുണയ്ക്കുന്ന സഹോദരനായി മാറ്റിയിരിക്കുക. മനസ്സിലായല്ലോ? ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വളരെ സന്തോഷമുണ്ട്. 300-ലേറെ പ്രവർത്തകർ ഞാൻ എണ്ണി നോക്കാൻ കസേരയുടെയൊക്കെ എണ്ണി വ്യാപം ഞാൻ വിളിച്ചു. അതാണ് ഞാനൊരു യോഗത്തുള്ള ആദ്യം എണ്ണു. എത്ര കസേര കൊണ്ട് വിളിച്ചാൽ മനസ്സിലായില്ലേ? അങ്ങോട്ട് 20 പേര്, ഇങ്ങോട്ട് 30 പേര്. അപ്പോൾ ഞാൻ 300 പേരാളായി ഇരിക്കട്ടെ. ഇവിടെ ഇരുന്നവരെ ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോൾ വലിയ ഗംഭീരമായ സമ്മേളനം. സന്തോഷമുണ്ടെങ്കിൽ 24 കൺവെൻഷൻ ഉണ്ടല്ലോ, അതിലും വരും. കാരണം എന്നെ ജയിപ്പിക്കാൻ നിൽക്കുന്നവരുടെ കൺവെൻഷൻ ഞാൻ വരട്ടെ, അല്ലെങ്കിൽ വല്ലാതെ വരണം. അപ്പോൾ നമുക്കിത് കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇന്നലെ എന്നോട്
മലയാളം എന്ന് പറയുന്ന മാധ്യമത്തിൽ സാറേ ഇനി ഇവിടെ എന്ത് ചെയ്യാനാണ്? ഞാൻ പറയുന്നത് നിങ്ങൾ ടെലിവിഷനിൽ പറയുന്നതല്ല, എൻ്റെ രൂപയിൽ പറഞ്ഞാൽ മതി. ഇനി ഒന്നും ചെയ്യാനില്ലാത്ത ടെലിവിഷൻ കൊടുക്കണം, അത് പറയുന്നില്ല. ഒരുപാട് ഞാൻ എത്ര പാലങ്ങൾ തീർക്കണം നമ്മൾ അക്കരെ ഇക്കരെ പോകണം. പക്ഷെ ചെയ്തതൊക്കെ വലിയ കാര്യമല്ലേ. പടകാരം പാലത്തിൽ കൂടി ഞാൻ ഇന്നലെ പോയി. നാലുകടം പാലത്തിൽ എന്ത് മനോഹരമാണ്, ആളുകൾ കാണാൻ വരികയാണ്. പാലങ്ങൾ മുപ്പാലം നാൽപ്പാലമാക്കി. അവിടെ ടൂറിസ്റ്റുകളുടെ തിരക്കാണ്. 100 കോടി രൂപയ്ക്ക് 1.5 കിലോമീറ്റർ വേമ്പനാട്ട് കായലിൻ്റെ കുറുകെയുള്ള പെരുമ്പളം പാലം ഇല്ലേ? ആ പെരുമ്പളം പാലം പണിയാൻ വേണ്ടിപ്പെട്ട പാട് 15,000 ആൾക്കാർക്ക് എന്തിനാണ് 100 കോടി രൂപയുടെ പാലം? ഫൈനാൻസ് അവിടെ വകുപ്പ് 6 മാസം അനുവാദം നൽകാറുണ്ട്. അതായത് ഞങ്ങൾ എൻ്റെ നോട്ടോടുകൂടി വീഴമ്പള്ളിയുടെ നോട്ടോടുകൂടി അവിടെ പോകുന്നതാണ്. അവിടെ കിടന്നു ഞാൻ പിന്നെ ഫയലിംഗ് വായിച്ചുകൊണ്ടൊന്ന് CM-ന് നേരിട്ട് കൊടുക്കും. ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ അനുവാദം. പിന്നെ ഞാൻ ഹൈക്കോടതിയിൽ പോയി ഉടനെ ഏതോ കുറച്ച് കോൺട്രാക്ടർമാർ ഹൈക്കോടതിയിൽ കൊടുക്കണം. എന്ത് സത്യമാകുമ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് എഴുതി, എനിക്ക് എഴുതാറില്ല, ഡ്രാഫ്റ്റിംഗ് ഞാൻ പഠിച്ചതല്ലോ എന്ന് എൻ്റെ കൈ കൊണ്ട് എഴുതി ഹൈക്കോടതി എല്ലാം മാറ്റി പണിഞ്ഞോളാൻ പണിഞ്ഞു. മണ്ണ് പരിശോധന ഉദ്ഘാടനം ചെയ്തു. ശിലാസ്ഥാപനം പിണറായിയെ കൊണ്ട് ജയിച്ചു. ഞാൻ അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ പിണറായി ഞാൻ തോന്നുന്നു ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് വസ്തുത. ഇതുപോലൊരു പാലം കേരളത്തിലില്ല. അവിടെ ആറാട്ടുപുഴയുടെ ആലപ്പാടിൻ്റെ കടലിൻ്റെയും കായലിൻ്റെയും പ്രക്ഷോഭകരമായ അന്തരീക്ഷത്തിൽ കൂടി പോകുന്ന ഒരു പാലം. ആറാട്ടുപുഴ തെക്കയറ്റം, ആലപ്പാട് വടക്കയറ്റം. എന്ത് ആൾക്കൂട്ടമാണ് അവിടെ. ഈ പാലം കാണാൻ വരികയാണ്. പുതിയ ഡിസൈൻ 500 പാലമാണ് ഡിസൈൻ ചെയ്തത് ഇതുപോലെ. അതിൽ 64 ആലപ്പുഴ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കുട്ടനാട്ടിലും പിന്നെ ചെങ്ങന്നൂരിലും അത് കഴിഞ്ഞ് അമ്പലപ്പുഴയിലുമാണ്. ബാക്കി എല്ലായിടത്തും ഉണ്ട്. കുറേശ്ശെ ഇതെല്ലാം ചെയ്തു. ഇനിയും 100 പാലം ഇനിയും പണിഞ്ഞ് പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത ഗവൺമെൻറ് കാലത്തും പാലം പണിയുണ്ട്. അതാണ് ഡിസൈൻ ചെയ്യുകയാണ്. ഡിസൈൻ ഞങ്ങൾക്ക് വലുതാക്കി ആകർഷകമായ പാലങ്ങൾ. മറ്റേതെന്താ സിമെൻറ്റ് കെട്ടുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കും. 30-40 വട്ടം അതിപ്പോൾ അങ്ങയുടെ പാലം അദ്ദേഹത്തിൻ്റെ പാലം വീട് കടുത്താണ്. എത്ര മനോഹരമാണ്. 18 കോടി രൂപ കൊടുത്തത്. ഞാൻ കോട്ടപ്പാലമൊക്കെ നേരത്തെ തന്നെ പണിഞ്ഞു. ജില്ലാ കോടതി പാലം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒട്ടോവിൽ പാലം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പള്ളാത്തോട്ടി ഔട്ട് പോസ്റ്റിൻ്റെ അക്കരയ്ക്ക് കൈതകരിക്ക് 70 കോടി രൂപയുടെ പാലം അനുവദിച്ചിട്ടില്ല. അതിപ്പോൾ ഇപ്പോഴാണ് ആളുകളൊക്കെ മാറിയത്. ഇപ്പോൾ അത് പണി തുടങ്ങുക. ഇനി ഒരുപാടുണ്ട്. 90 കോടിയാണ് കരുവാടി കൊട്ടാരവളവ് റോഡ്. ആ പാലത്തെ കൂടെ കയറി പോകാൻ പാലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 5 വർഷം കിട്ടിയിട്ട് പണിഞ്ഞില്ല. അതൊന്ന് പണിഞ്ഞ് പൂർത്തിയാക്കി നോക്കാൻ ആളില്ല. AC റോഡ് 1000 കോടിയാണ് കൊടുത്തത്. അതിന് 350 കോടി തിരിച്ചും കൊടുത്തു. അപ്പോൾ 650 കോടിക്ക് 1000 കോടിക്ക് പണിഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ വീതിയിൽ മനോഹരമായിട്ടത് പണിയാമായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും എന്ത് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു കേരളത്തിലായിരുന്നു. ഇപ്പം എനിക്ക് ഉറപ്പില്ല. ചിലപ്പോൾ കയറിയൊക്കെ കാരണം ഈ പൈസ പറ്റിയതാണ്. എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ പൂർത്തിയായി. നമ്മുടെ നാട്ടിൽ വലിയ അമ്പലപ്പുഴ തിരുവല്ല റോഡ്, അതാണ് 2010 ആദ്യം പണിഞ്ഞ റോഡ്. ഇതാണ് അല്ലേ? അപ്പോൾ പറയും കിബിയാണ് പണിഞ്ഞത്. കിബിക്ക് എന്താ കയ്യും കാര്യമുണ്ട്. കിബി എന്ന് പറഞ്ഞാൽ ഒരു ധനകാര്യ ബാങ്കാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പൈസ തരുന്നത് പീഡബ്ല്യൂഡിക്ക് ഇഷ്ടമുള്ളത് പണിയാണ്. അത് അമ്പലപ്പുഴ തിരുവല്ല റോഡ് പണിയാനൊന്നും അല്ല പൈസ തരുന്നത്. അത് പീഡബ്ല്യൂഡിക്ക് വരുന്ന പണം തീരുമാനം എടുക്കുന്ന മന്ത്രിയാണ്. ആ സമയത്ത് ക്യാബിനറ്റ്, ആ വകുപ്പിൻ്റെ ക്യാബിനറ്റ്. കൈരളിയിലെ ഒരു എന്താണ് പേര് ഏത് ഞാൻ പറഞ്ഞത് താനും തന്നെ ഭാര്യയും കൂടിയാണോ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു. കാരണം സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താ അത് കുഴപ്പമില്ല. ഭാര്യയെന്ന് ഞാൻ പറഞ്ഞു ഓരോന്നില്ല. അപ്പോൾ അതിനുള്ള പൈസ PWDക്ക് തന്നാൽ PWD ആണ് ഏതൊക്കെ പണിയണമെന്ന് തീരുമാനിക്കുന്നത്. PWD ഡിസൈൻ വിങ്ങുണ്ട് 200 പേരുള്ള ഡിസൈൻ എഞ്ചിനീയേഴ്സ്. അവിടെയാണ് ഡിസൈൻ ചെയ്തത് പണിയുന്നതെല്ലാം PWD ആണ്. അപ്പം ഗവൺമെൻറ് ഈ പാലം പണിക്ക് ആ ഗവൺമെൻറ്റായിട്ട് മാറുന്ന PWD ഒരു ഗവൺമെൻറ്റാണ്. ആ സമയത്ത് മന്ത്രിയാണ് ഗവൺമെൻറ്. അതാണ് ക്യാബിനറ്റ് രീതി. ക്യാബിനറ്റ് നല്ല രാഷ്ട്രീയ പാരമ്പര്യങ്ങളിൽ ഉയർത്തിപ്പിടിച്ച സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം, പിന്നെ പ്രവേലാറിൻ്റെ പാരമ്പര്യം, നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച ഒരു കേരളം ശ്രദ്ധിക്കുന്ന ഇലക്ഷനായതുകൊണ്ട് ശ്രദ്ധിക്കുന്ന ഒരു ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങളെയൊക്കെ വിജയിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന നിങ്ങളെ എല്ലാവരെയും നന്ദി പറഞ്ഞ് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിജയിപ്പിക്കണോ തന്നെ. നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് UDF കൺവെൻഷൻ്റെ കാര്യം കൺവീനർ